ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മിയയാണ്. നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാണുന്ന യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ നമ്മളെ മറന്നിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ വീണ്ടും നമ്മൾ പുനരാരംഭിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റു പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഒരു നാഷണൽ ഓർഗനൈസേഷൻ്റെ. പിന്നെ കുട്ടികളുടെ കോൺവക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് ഓരോ കാര്യങ്ങൾ നമ്മളവിടെ വിസിറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് വന്നിരുന്നു. ഒന്നും വ്ളോഗ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. നാട്ടിലൊക്കെ മഴയും മഴക്കെടുതിയും ഒക്കെ ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ വലിയ കെടുതികളൊന്നും ഇല്ലെങ്കിലും പതിവില്ലാത്ത മഴയാണ്. സാധാരണ ഈ സമയമാകുമ്പം എൻ്റെ ജോലി തീരുമാനമായിരുന്നു മെയ് പകുതിയോടുകൂടി കോളേജൊക്കെ അടച്ച് കഴിയണ സമയത്തോടുകൂടി, അല്ല മെയ് അവസാനത്തോടുകൂടി നല്ല വെയിലും നല്ല ചൂടും ആവണ സമയത്ത് ഇവിടെ ഇപ്പം മഴയാണ് കേട്ടോ. അപ്പം നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു വെറുതെ രാവിലെ നേരം. പക്ഷേ ഒരു കുഴപ്പമില്ല, 4 മണിയാകുമ്പോൾ തന്നെ വിളിക്കും. അപ്പോൾ തോമസ് ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്താ പറയുക, സ്പ്ലിറ്റ് ഡിസിഷൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നുമില്ല, ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നീ വീഡിയോയിലിട്ട് നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ പറഞ്ഞു. കുറച്ച് പാൻ കേക്കിൻ്റെ പൗഡറാണ്, മൈദ ആണെങ്കിലും മതി. കുറച്ച് മൈദ, ഒരു ലേശം പാലിൽ, അതൊരു 1/2 കപ്പ് മൈദ ഒരു പാലിൽ നിന്ന് കലക്കുക. എന്നിട്ട് അപ്പോൾ അതൊരു നല്ല ലിക്വിഡി ആയിട്ട് വരണം കേട്ടോ. നമ്മൾ ഈ അപ്പത്തിനൊന്നും ഉള്ള പോലെയല്ല, വാട്ടറി ആയിട്ട് ഇരുന്നോട്ടെ. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 5-8 മുട്ട, നമ്മളിപ്പം അപ്പച്ചനും കൂടി കുറച്ച് അധികം ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ചേറെ മുട്ട ഇടുന്നുണ്ട്. അപ്പം അത്യാവശ്യം പ്രോട്ടീനും ആകും, പാലും ഉണ്ട്. പിന്നെ ആദ്യം മൈദ കലക്കുന്നതോട്ട് ഈ ഒരു മുട്ട പൊട്ടിച്ച് തൊട്ടു. എന്നിട്ട് കുറച്ചും കൂടെ പാലൊഴിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ലിക്വിഡ് പോലെ ആക്കിയെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഇടും. ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ സിനമൺ പൗഡർ ഇടും. തോമസിന് സിനമൺ പൗഡർ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് അത് വേണ്ട, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. അതിനിടയ്ക്ക് സൈഡിൽ കൂടെ കട്ടൻ ചായ ആയിട്ടുണ്ടായിരുന്നു. അമ്മച്ചി കുടിക്കില്ല, അപ്പച്ചനും ഞാനും തോമസും ഞങ്ങളുള്ള കട്ടൻ ചായയൊക്കെ റെഡിയായി. എന്നിട്ട് നമ്മൾ ടെക്സസ് സ്റ്റൈൽ ബ്രെഡായിട്ട് എടുക്കുന്ന വലിയ ബ്രെഡ്. ഇത് ഞാൻ മനഃപൂർവ്വം സ്ലോ മോഷൻ ആക്കിയതല്ല, വീഡിയോ പ്രസ് ചെയ്തപ്പോൾ സ്ലോ മോഷനായി പോയതാണ്. എന്നിട്ട് ഈ നമ്മുടെ ആ ഒരു മിക്സ്ചറിനകത്തോട്ട് ബ്രെഡ് ഇട്ട് നന്നായിട്ട് സോക്ക് ചെയ്യണം. ചില ആളുകൾ ഇത് കുറച്ച് നേരം ബ്രെഡ് അതിനകത്ത് ഇട്ട് വയ്ക്കും, അപ്പം നല്ലപോലെ ബ്രെഡ് മുഴുവൻ മുങ്ങി അബ്സോർബ് ആവും. നമ്മൾ പക്ഷേ കുറച്ചൊരു 3-4-5 സെക്കൻഡ് അത്ര തന്നെ നമ്മൾ ഇടാറുള്ളൂ. ഇതിപ്പം നമ്മളിത് ഉണ്ടാക്കണ ഒരു പാൻ ഉണ്ടായിരുന്നു, ഒരു ഇലക്ട്രിക് പാൻ, അത് കേടായിപ്പോയി. അപ്പോൾ നമ്മളിപ്പോൾ ദോശക്കല്ലിൽ ആ കരിഞ്ഞിരിക്കുന്നത് ബട്ടറാണ്. നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യുക. കരിയാൻ നിൽക്കണ്ട, പക്ഷെ കരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രെഡിന് നല്ലൊരു ബ്രൗൺ കളറ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാൻ്റെ വലിപ്പം അനുസരിച്ച് 2, 3, 4 ഇടാൻ. എനിക്കിതിന് മുമ്പ് ഒരു നീളത്തിലൊരു ഇലക്ട്രിക് പാൻ ഉണ്ടായിരുന്നു, 8 എണ്ണമൊക്കെ ഒറ്റയടിക്ക് ഉണ്ടാക്കാമായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇനിയിപ്പം മേടിക്കണം, സ്കൂൾ വർക്കുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം സ്കൂളടമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിലാണ് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല സുലഭമായിട്ട് അവൈലബിൾ ആകും, എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഈ ഒരു സീസൺ ആകുമ്പോഴത്തേനും ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്ട്രോബെറി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ നല്ല പറ്റിയ സമയമാണ്. അപ്പം തോമസ് അവിടെ ഫ്രഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നു, ഞാനിവിടെ നല്ല എസ്തെറ്റിക്കലി എനിക്ക് സമയമുള്ളപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്ന് മാത്രമല്ല, ചിലപ്പം നമുക്ക് പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു തോന്നൽ വരും. അപ്പോൾ നമ്മളൊരിക്കും ഇതൊക്കെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കി എങ്ങനെ ഉണ്ടാകുന്നൊരു തോന്നലും കൂടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു നല്ല ഭംഗിയായിട്ട് സെർവ് ചെയ്യാമെന്ന്. അപ്പം നമ്മൾ കട്ട് ചെയ്ത സ്ട്രോബെറി മേളിലിടാം. എന്നിട്ട് നമ്മുടെ ബനാന ഉണ്ടല്ലോ, ഈ പറഞ്ഞ പൂവമ്പഴം, അതല്ലെങ്കിൽ റോബസ്റ്റ, അങ്ങനത്തെ പഴങ്ങളായിരിക്കും എപ്പോഴും ഇതിന് നല്ലത്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ഇടുക. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പം ഓൾറെഡി നമ്മൾ മധുരം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ബ്രെഡ് ടോസ്റ്റിൽ. പക്ഷേ കുറച്ചും കൂടെ മധുരം വേണ്ടവർക്ക് ലേശം മേപ്പിൾ സിറപ്പ് ആഡ് ചെയ്യാം. ഇനി മേപ്പിൾ സിറപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് കുറച്ച്. ഇതൊക്കെ എന്താ പറയുക, അല്ലാതെ ഈ ഒരു ആർട്ടിഫിഷ്യൽ സിറപ്പുകൾ ചിലപ്പം അത്ര നല്ലതാവില്ല ഹെൽത്തിന്. നല്ല ഒറിജിനൽ മേപ്പിൾ സിറപ്പ് കിട്ടുകയാണെങ്കിൽ കുറച്ചൊരു മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിപ്ഡ് ക്രീമാണ്.
ഞാനിപ്പോൾ വിപ്പ് ക്രീം അങ്ങനെ തന്നെ മേടിക്കും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം മേടിച്ചിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്ത് നല്ല ക്രിസ്പി അല്ലല്ലോ, അത് പറഞ്ഞ പേരെന്താ, അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം, എന്നാലുള്ളൂ നമുക്ക് വെള്ളം പോലെ നിന്നിട്ട് കാര്യമില്ല. ദാ എന്നിട്ട് ഇങ്ങനെ അതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ്. ഷുഗർ ഉള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ, ഞാനിത് പിള്ളേർക്ക് ഉദ്ദേശിച്ചിട്ടാണ്. ഇതിനിടയ്ക്ക് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്ത് പോയി, നമുക്കൊരു ഫ്രണ്ട്സുമായിട്ട് ഒരു ചെറിയൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ വർഷം കൃഷി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ തോമസ് ഇങ്ങനെ ഒരു പ്ലാന്റർ നമ്മൾ തന്നെത്താനെ DIY ആയിട്ട് പ്ലാന്റർ കെട്ടി പൊക്കിയെടുത്തു. അപ്പോൾ ഇത് നടാനും പിടിക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. നമ്മൾ ഇവിടെ ഒരു ഗ്രീൻ ഹാവൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഈ ചെടികളും ഇതൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. നമ്മൾ പല സ്ഥലത്തു നിന്ന് മേടിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ കനേഡിയൻ ടയറിൽ നിന്ന് മേടിക്കാറുണ്ട്, വാൾമാർട്ടിൽ നിന്ന് മേടിക്കാറുണ്ട്. ഗ്രീൻ ഹാവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസാണ്, അവിടെ നിന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്രാവശ്യം സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട്, വഴുതനങ്ങ മേടിച്ചിട്ടുണ്ട്, പിന്നെന്താ പറയുക, ഇത് പൗഡറാണ്, ഈ ഒരു മണ്ണിട്ടതിന് ശേഷം ഇടാനായിട്ടുള്ള പൗഡർ. പിന്നെ ഇത് ആട്ടുംകാട്ടം, ചാണാൻ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അപ്പച്ചനും അമ്മച്ചി ഉള്ളതുകൊണ്ട് അവർക്കൊരു സമയം പോക്കും കൂടെ ആവുമെന്ന് വെച്ചിട്ടുണ്ട്. ഇത് കൃഷി ചെയ്തിട്ട് നമ്മൾ ഒരു 2 വർഷം മുമ്പ് ഒരു പ്ലാന്റർ കെട്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരങ്ങ് മടിയായി കേട്ടോ. കാരണം എന്താ പറയുക, പിന്നെ നമ്മൾ വെച്ചേക്കണമെന്ന് വെച്ചാൽ സുക്കിനി വെച്ചിട്ടുണ്ട്, ക്യാബേജ് വെച്ചിട്ടുണ്ട്, ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്, കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇതിലേതൊക്കെ ചീര, അപ്പുറത്തൊരു വശത്ത് കുറേയധികം ചീര നട്ടിട്ടുണ്ട്. അപ്പം ഇത് ഞാനും അപ്പച്ചനും കൂടെ ഇതെല്ലാം നട്ട് കിളിപ്പിച്ച് വെച്ചു, എന്നിട്ട് നനച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിത്ത് മേടിച്ച് പാകുന്നത് നല്ല ഐഡിയ ആണ്, പക്ഷേ വിത്ത് മേടിച്ച് പാകില്ല, കാരണം അതൊക്കെ ഇനി കുറേ സമയം എടുക്കില്ലെന്ന് വിചാരിച്ചു. ഒരു ഈസി പീസി ഡിന്നറാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിൽ കൊടുത്തിട്ടാണ്, നല്ല മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇത് ചെയ്തപ്പോൾ എന്തായാലും കാണിക്കാമെന്ന് വെച്ചു. കുറച്ച് ബ്രോക്കോളി ഞാൻ ഒന്ന് ചെറുതായിട്ട് കുനുകുനാന്ന് അരിയാന്ന് വെച്ചു. ഞാൻ ബ്രോക്കോളി പാസ്ത ഉണ്ടാക്കാനായിട്ട്, വൈറ്റ് പാസ്ത ബ്രോക്കോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രോക്കോളി ഇതല്ലെങ്കിൽ ചീരയുടെ ഇല ഉണ്ടല്ലോ, പച്ചച്ചീരയുടെ ഇല ഇതിന് വെക്കാം. നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ, ഞാൻ അത് വെച്ച് വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ബ്രോക്കോളി കയ്യിലുണ്ട്, അപ്പം അതുകൊണ്ട് അതരിഞ്ഞു. അരിയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാസ്ത വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് വെന്തപ്പോൾ പാസ്ത ഒരു 3/4 കൂടുതൽ വേവായിട്ടുണ്ട്, തീരെ അളിഞ്ഞു പോകാത്ത അവസ്ഥയിൽ. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പാസ്തയൊക്കെ വെന്ത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് പാലിൽ കുറച്ചേറെ ബട്ടർ ഇട്ടു. ആ പാലും ബട്ടറും ഒന്ന് ക്രീമി ആയിട്ട് വരുമ്പോഴത്തേന് ഞാൻ ഈ ഒരു KD ഷേക്കർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഷേക്കറും, പിന്നെ ടെക്സ്മെക്സ് ആണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത്. അത് വെച്ച് വരെ പാസ്ത ഉണ്ടാക്കുന്ന ആളാണ്. എന്തായാലും ഇതൊരു ചീസ് ഇട്ടാൽ മതിയല്ലോ എന്ന്. അപ്പോൾ KD മിക്സ് ഒരു വലിയ 2 ടേബിൾ സ്പൂൺ ഇട്ടു. എന്നിട്ട് ഞാൻ നമ്മുടെ ആ വെന്ത പാസ്തയും ബ്രോക്കോളി പെട്ടെന്ന് വേകുമല്ലോ, ബ്രോക്കോളിയും കൂടി ഇട്ട് കുറച്ച് അധികം ചീസ് ഇട്ടു. അപ്പോൾ ഞാൻ ഇത്തിരിയുടെ പാൽ ഇതിന് ശേഷം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ആ ഇച്ചിരി കൂടെ ഒരു ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേർക്ക് പാസ്ത ഇഷ്ടമില്ലാത്ത പിള്ളേരില്ല. അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ബ്രോക്കോളിയും കൂടെ വരുമ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെന്താ പറയുക, കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കി. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചാണ്. ഇത് നമ്മുടെ ഒരു പനിക്കൂർക്ക ഉണ്ടല്ലോ, പനിക്കൂർക്കയുടെ ഒരു അളിയനായിട്ട് വരും, അതേ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഞാൻ അത് മേടിച്ചിട്ട് നമ്മൾ റീപ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരില ചുരുണ്ട് വന്നപ്പോഴത്തേന് അമ്മച്ചി അത് ഇല ചുരുളുന്ന അത്ര ഹെൽത്തി അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് വളമൊക്കെ, ഇന്ന് ഈ ചെടി ഞാൻ 2 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ജീവിതത്തിൽ അന്ന് വളം ഇട്ട് എന്തിനാണെന്ന് അറിയില്ല. പിന്നെ 2 വർഷം കഴിയുമ്പോഴാണ് പാവത്തിന് ഇത്തിരി വളം കിട്ടുന്നത്. പട്ടിണി കിടന്ന് പരവേശപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു ജീവിയാണ്. അപ്പോൾ എല്ലാ ചെടിക്കും ഈ ഒരു സാധനമാണ് കേട്ടോ, ലിക്വിഡ് ഇൻഡോർ പ്ലാന്റ് ഷൂൾസിൻ്റെ. ഇതെല്ലാ പ്ലാന്റുകളിലും കിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കായിരുന്നു എന്ന്, ഞാൻ ഈ സാഡായിട്ട് നിൽക്കുന്ന, നല്ല ടയർഡായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. കോൺവെക്കേഷൻ ആയിരുന്നു ശരിക്കും. എന്താ പറയുക, ഏറ്റവും പ്രൗഡായിട്ടുള്ള മൊമെൻ്റാണ് പിള്ളേരുടെ കോൺവെക്കേഷൻ കഴിഞ്ഞു. നമ്മൾ പതിയെ നമ്മുടെ സമ്മർ വെക്കേഷനിലോട്ട് സ്ലിപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് സ്കൂൾ തുറന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ എല്ലാ ആശംസകളും. അമ്മമാരൊക്കെ പെട്ടെന്ന് തന്നെ റുട്ടീനിലോട്ട് വരും കേട്ടോ. നമുക്ക് ആദ്യം ഒരു വെക്കേഷൻ കഴിഞ്ഞു പോകുമ്പോൾ ഉള്ള ആ ഒരു ഇനേഴ്ഷ്യയൊക്കെ ഉണ്ടാവും, ഒക്കെ മാറി അടിപൊളിയായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.